ഹായ്, ഐ എം വിശാൽ ഷജാദ്. എൻ്റെ വീട് കോഴിക്കോട് കക്കോടിയിലാണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. എൻ്റെ ഉപ്പ ഒരു ബിസിനസ് ആണ്, ഉമ്മ ഹൗസ് വൈഫാണ്, പിന്നെ 2 സിസ്റ്റേഴ്സും ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. സോ ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കോഴിക്കോട് തന്നെയുള്ള PVSHSS എന്ന് പറയുന്ന സ്കൂളിൽ നിന്നിട്ടാണ്. സോ ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് ചൂസ് ചെയ്തത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയാണ്. സോ ഞാൻ ബ്രില്യനിലെ 2024 റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കോഴിക്കോട് സെൻറ്ററിൽ J6 എന്ന് പറയുന്ന ബാച്ചിൽ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ J6 എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മളെ ക്ലാസ് ടീച്ചറെ പറ്റിയിട്ടാണ്. വർഷ മാം എന്ന് പറയുമ്പം ഒരു ക്ലാസ് ടീച്ചർ എന്നതിലുപരി ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് കൂടിയാണ്. നമുക്ക് ഏതൊരു ഒരു ഡിപ്പ് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മിസ്സിനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ് അപ്പം തന്നെ അതിനുള്ള ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് തരും. അതുപോലെ തന്നെ നമുക്ക് എക്സാമിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നല്ലപോലെ പറഞ്ഞു തരിക. എല്ലാത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു വർഷ മാം. ഞാൻ ബ്രില്യൻറ്റിൻ്റെ കോഴിക്കോട് സെൻറ്ററിലാണ് ജോയിൻ ചെയ്തത്. കോവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ 200 to 300 meters അവേ ആയിട്ടാണ് ഈ ഒരു സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വളരെ നല്ല എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, നമുക്ക് പഠിക്കാനുള്ള ഒരു ആംബിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ക്യാമ്പസാണ് കോഴിക്കോട് അവർ സെറ്റപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും AC ആണ്, എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്. പിന്നെ സ്റ്റാഫ് റൂമിലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് വയ്ക്കുക, അവിടെ സാറുമാരൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടുത്തെ ക്ലാസ് റൂം ആയിക്കോട്ടെ, ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം വളരെ നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രയർ ഹോൾസ് അവൈലബിൾ ആണ്, പിന്നെ ചർച്ച് ഉണ്ട്, അവിടെ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനായിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ പിന്നെ എനിക്ക് കോഴിക്കോട് സെൻറ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാലയിൽ നിന്നിട്ട് കോഴിക്കോട് വന്നിട്ട് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ജോബല്ലേ. പക്ഷെ അങ്ങനെയല്ല, വീക്ക്ലി വൺസ് ആയിട്ട് നമ്മൾ ജോർജ് സാറായിട്ട് നമ്മുടെ ഡയറക്ടർ ജോർജ് സാർ വീക്ക്ലി വൺസ് ആയിട്ട് നമ്മൾ കോഴിക്കോട് സെൻറ്റർ വിസിറ്റ് ചെയ്ത് നമുക്ക് മോട്ടിവേഷനും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്ത് തന്നിട്ട് സാർ അവിടുന്ന് പോകാറുള്ളൂ. കാരണം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും, ഹോസ്റ്റലിൻ്റെതായിക്കോട്ടെ, ഫുഡിൻ്റെതായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഈവൻ നമ്മുടെ മോട്ടിവേഷൻ ആണെങ്കിലും, നമ്മൾ സ്റ്റഡി റിലേറ്റഡ് ആസ്പെക്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സാർ ക്ലിയർ ചെയ്തിട്ട് സാർ അവിടുന്ന് പോകാറുള്ളൂ. ഈവൻ സാറിൻ്റെ പേഴ്സണൽ നമ്പർ പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ പിന്നെ കോഴിക്കോട് സെൻറ്ററിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്യാൻറ്റീനാണ്. കാരണം നമ്മൾ ഹോസ്റ്റലേഴ്സിനൊക്കെ പുറത്ത് പോയി വാങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് നമുക്ക് ക്യാൻറ്റീനും പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഈവൻ പെൻസ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, നമ്മൾ നമ്മൾ ഫുഡ് ആയിക്കോട്ടെ, എല്ലാം അവിടെ കിട്ടുന്നതാണ്. ഈവൻ ഗേൾസിന് ആവശ്യമുള്ള സാനിറ്ററി പാഡ്സ് പോലും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹോസ്റ്റലിനെ പറ്റിയിട്ടാണ്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നത് മേപ്പിൾ 9 എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ്. ബ്രില്യൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റലാണ്. കോവൂർ തന്നെയുള്ള നമ്മുടെ ബ്രില്യൻ ക്യാമ്പസിൽ നിന്നിട്ട് ഒരു 200 to 300 meters അവേ ആയിട്ടാണ് ഈ ഹോസ്റ്റൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഫുഡിനെ പറ്റിയിട്ടായിരിക്കും എല്ലാവർക്കും ഫസ്റ്റ് പേടി ഉണ്ടാവുക. പക്ഷേ ആ ഒരു പേടി വേണ്ട. കാരണം കോഴിക്കോടുള്ള സെൻറ്ററിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, രണ്ടും 100% ഓക്കെ ആയിരുന്നു. ലൈക്ക് ഫുഡിൻ്റെ ഒരു പ്രശ്നം ഇതുവരെ, ഞാൻ ആ ഒരു 1 year നിന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്താ, അത്രയും നല്ല ഫുഡാണ് അവർ സെർവ് ചെയ്തത്. പിന്നെ ഹോസ്റ്റലിലെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതും നല്ല സ്റ്റാൻഡേർഡ് തന്നെ ആയിട്ടാണ് കീപ്പ് ചെയ്തത്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ 2 വാർഡന്മാരായിരുന്നു ഉണ്ടായത്, പ്രണീഷ് സാറും പിയൂഷ് സാറും. നല്ല വാർഡന്മാരായിരുന്നു. നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ ഒക്കെ വന്ന് നോക്കും കറക്റ്റ് സമയത്തൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്. അവിടുത്തെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നല്ല ഫ്രണ്ട്സ്, ലൈക്ക് എല്ലാവരും നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും. ഒരു നല്ലൊരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ ബ്രില്യനിലെ കോഴിക്കോട് സെൻറ്ററിൽ എനിക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ വേണമെങ്കിൽ AC റൂംസ് അവൈലബിൾ ആണ്, നോൺ AC റൂംസും അവൈലബിൾ ആണ്, ലോണ്ടറി ഫെസിലിറ്റീസ് ഉണ്ട്. ഈവൻ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ക്യാമ്പസിലും ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ വീട് മാറി ഹോസ്റ്റലിലേക്ക് വരുമ്പം ആ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് അങ്ങനെ വലുതായിട്ട് തോന്നില്ല. കാരണം നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു ഹോസ്റ്റലും. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ സ്റ്റുഡൻസ് ആണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അവിടെ. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്ക് ബസ് ഉണ്ട്, ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലിലേക്കും ബ്രില്യൻറ്റിൻ്റെ തന്നെ പ്രൈവറ്റ് ബസ്സസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ട് ഹോസ്റ്റലിനോ ക്യാമ്പസിനൊക്കെ സുഖമില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കും. പിന്നെ സിക്ക് റൂം ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് സിക്ക് റൂമിലും പോയിട്ട് നമുക്ക് ടയേർഡൊക്കെ ആയിട്ട് നമുക്ക് സിക്ക് റൂമിൽ പോവാം. അങ്ങനെയൊക്കെ എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്രില്യൻറ്റിൽ. പിന്നെ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് അവിടുത്തെ പ്രിഫറൻസ് ഫെസിലിറ്റിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് മടുത്തിട്ട്, ലൈക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പസിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഈ ബ്രില്യനെ പറ്റി ഒരു കീ ഫീച്ചർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ജംപ് ഫീച്ചർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അവരുടെ ലേണിംഗ് ആപ്പിനെ പറ്റിയിട്ടാണ്. ചെറിയ ആപ്പ് ആയിക്കോട്ടെ, പക്ഷേ അതിലെ എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ആണ് അവർ ഈച്ച് ചാപ്റ്റേഴ്സിനും ഉണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് ലൈക്ക് 2021 മുതൽ എല്ലാ ഇയേഴ്സിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്ത് ഓൺലൈനിൽ ക്ലാസ് എടുത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ സാറിൻ്റെ ക്ലാസ് നമുക്ക് മനസ്സിലായിട്ടില്ല, വേണമെങ്കിൽ അവിടെ
അതുപോലെ വേറെ സാറിൻ്റെ ക്ലാസ്സും അവിടെ ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ള ഓൺലൈൻ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഡിസ്കഷനും അതുപോലെ തന്നെ ക്ലിയറൻസ് ഒക്കെയാണ്. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സാറുമാരോട് ഡയറക്റ്റായിട്ട് പോയിട്ട് സംശയം ചോദിക്കാനൊക്കെ മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് ചോദിക്കാറ് അധികം. പിന്നെ ഇ ലേണിംഗിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ NCERT ഓഡിയോ ബുക്സ് അവർ അവൈലബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ NCERT ബുക്ക് വായിക്കുക, ലൈക്ക് കുറേ നേരം വായിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബോറടിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ബോറടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ മടിയോ. അപ്പോൾ നമ്മൾ ഇ ലേണിംഗിൽ തന്നെ NCERT ഓഡിയോ ബുക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ ബുക്കിൽ നമുക്ക് NCERT ലൈൻ ബൈ ലൈൻ അവർ വായിച്ചിരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് എല്ലാ NCERT ടെക്സ്റ്റ് ബുക്കും ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഒരു അഡീഷണൽ ബുക്കിൻ്റെ ആവശ്യം ആ ഇ ലേണിംഗ് മതി. ലൈക്ക് ഒരു നീറ്റ് പാസ്സാവാൻ ഇ ലേണിംഗ് മതി, കാരണം വേറൊരു ബുക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇ ലേണിംഗ് ആപ്പിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാംസ് ആണ്. ലാസ്റ്റിലേക്ക് നമുക്ക് കുറേ മോഡൽ എക്സാംസ് ഉണ്ട്. ലൈക്ക് നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വരെ നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ടും എഴുതാം, ഓഫ്ലൈനായിട്ടും എഴുതാം. ഓൺലൈനിൽ നമുക്ക് മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ അവർ അപ്പോൾ തന്നെ തരികയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ മാർക്കും നമുക്ക് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആൻസർ ഇപ്പം നമുക്ക് ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അവർ ഇ ലേണിംഗ് ആപ്പ് പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല ഹെൽപ്പായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയൊക്കെയാണ് ബ്രില്യൻ്റ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രില്യൻ്റ് എല്ലാവരും പറയും ബ്രില്യൻറ്റിൽ പോയാൽ അങ്ങനെയാണ്, ലൈക്ക് ഒരു കേജ് പോലെയാണ്, ലൈക്ക് 24 മണിക്കൂറും പഠിക്കണം, ഇങ്ങനെ കുറേ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻ എല്ലാവരും മനസ്സിലുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന സമയത്ത് കളിക്കാനും പഠിക്കുന്ന സമയത്ത് പഠിക്കാനും ഒരു കൃത്യം റുട്ടീൻ ഫോളോ ചെയ്യാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള പ്ലാൻ ബ്രില്യൻറ്റിനുണ്ട്. ഇപ്പം നമുക്ക് ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഈവൻ ഫെയർവെല്ല് പോലും അവർ കുറേ സെലിബ്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എക്സാം അടുത്ത് വരാനായപ്പോൾ ബ്രില്യൻറ്റിൻ്റെ വക ഒരു മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും എനിക്ക് ബ്രില്യൻറ്റ് 100% ഓക്കെ ആയിരുന്നു. പിന്നെ ജോർജ് സാർ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, എന്താ വെച്ചാൽ ബ്രില്യൻറ്റിൽ ചേർന്ന് വെച്ചിട്ട് ആരും ഡോക്ടർ ആവില്ല. ബ്രില്യൻറ്റിൽ ചേർന്നിട്ട് ബ്രില്യൻ്റെ കൂടെ പഠിച്ചാലാണ്, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ അവർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എത്തുള്ളൂ. ഈ ഒരു കോട്ടോട് ഞാൻ എൻ്റെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.